ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ്. പിന്നെ ഓണം ഇല്ലയോ, അത്തം 10 പൊന്നോണം. അപ്പം അത്തം മുതലേ നമ്മൾ ഇഞ്ചിക്കറി വെക്കണ്ടേ? ഇല വിളമ്പുന്നത് ആദ്യം ഇഞ്ചിക്കറിയാണ്. അപ്പം അമ്മക്കൊന്ന് ഇഞ്ചിക്കറി വെച്ചാലോ? അമ്മ വെക്കുന്ന സ്റ്റൈലൊന്ന് കാണിക്കാം, നിങ്ങളും കൂടെ വാ. മക്കളെ ആണ്ടെ അമ്മ ഇഞ്ചിക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെ, ഇഞ്ചി അമ്മ നല്ല 2 ഉണ്ട എടുത്തു. അത് കനം കുറച്ച് അരിഞ്ഞ് വെച്ച്, അതിൻ്റെ വെളുത്തുള്ളി അതും കുറച്ചെടുത്ത്, പിന്നെ നമ്മുടെ ഈ ഇഞ്ചിക്കറി രുചിക്കണമെങ്കിൽ കൊച്ചുള്ളി തോന ചേർത്തെങ്കിലേ ആ കറി രുചിക്കത്തുള്ളൂ. അപ്പോൾ ഇഞ്ചിക്ക് നല്ലതുപോലെ ചുവന്നുള്ളി ചേർക്കണം. പിന്നെ അമ്മ ഉണ്ട് എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണ, കടുക്, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇടുന്നത് അമ്മ പിന്നെ കാണിക്കാം. അപ്പോൾ അമ്മക്ക് ആദ്യമായിട്ട് ഇഞ്ചി മൂപ്പിച്ചെടുക്കാം. എന്താ മക്കളെ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്ത് മക്കളെ, അണ്ട ഇഞ്ചി ചുമന്ന് കേട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങും. അതായത് ഇഞ്ചിയുടെ ഗുണം. ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ച് പോലെ. മക്കളെ വേണ്ട ചുമന്നുള്ളി, കൊച്ചുള്ളി വേണ്ട ചുമന്ന് കേട്ടോ. അപ്പോൾ അതമ്മയെ മാറ്റുവാന്നേ. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അമ്മ 3-4 കീറി കേട്ടോ. കാരണം കുറച്ചേ കീറി, അതൊന്നും മൂപ്പിക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി ചുമന്ന് കേട്ടോ. അപ്പം അമ്മക്ക് അതും കൂടെ ഇതിലോട്ട് മാറ്റാം. കണ്ടേ, അമ്മ തേങ്ങ വറുത്തരച്ച് വെക്കുമല്ല കേട്ടോ, മുളക് പൊടിക്കാണ് വെക്കുന്നേ. മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, നമ്മുടെ ആവശ്യത്തിനുള്ള അരി ചേർക്കാം. അമ്മ ഇപ്പം വേണ്ട ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി വേണ്ട അമ്മ കുറച്ച് പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ചേർക്കുക. വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അമ്മ ആ ഇഞ്ചിയൊക്കെ വറുത്തില്ലേ, ലാസ്റ്റ് അതിനകത്ത് വരുന്ന എണ്ണയുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് അമ്മ അരപ്പെല്ലാം ശരിയാക്കിയത് ഇടുക. ഒന്ന് ചാലിക്കാം. നമുക്ക് കുറച്ച് തീയിലിട്ട് നമുക്കൊന്ന് ചാലിച്ച് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതാണ്ട് അമ്മ ഈ വറുത്ത് വെച്ച സാധനം അമ്മ ഒന്ന് പൊടിക്കാൻ കൊണ്ടുപോവുക കേട്ടോ. നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇതെല്ലാം നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അരപ്പെല്ലാം മൂപ്പിച്ച്, അരപ്പ് മൂത്തതിനകത്തോട്ട് ആണ്ട് അമ്മ വറുത്തോ വെച്ചിരുന്ന എല്ലാം പൊടിച്ചുകൊണ്ട് വന്ന് അതും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ഇപ്പോൾ കണ്ടല്ലേ, എല്ലാം കൂടെ ഒന്നിച്ചാക്കി. അപ്പോൾ ഇനി നമുക്ക് അവിടെ തിളപ്പിച്ച വെള്ളം, ചൂടുവെള്ളം അതേ ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നമുക്ക് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അവിടെ നോക്കിക്കേ, മുളക് പൊടിക്കുള്ള ഇഞ്ചിക്കറി.
അപ്പോൾ ഒരു ശകലം കടു തളിച്ചാലോ നമുക്ക്. തളിക്കാം. മക്കളെ, അമ്മ തേങ്ങ വറുത്തരച്ച് വെച്ചതല്ല കേട്ടോ, മുളക് പൊടിക്ക് വെച്ചതാണ്. എല്ലാം വറുത്ത് കോരി പൊടിച്ച് ഇട്ട് മുളക് പൊടിക്ക് വെച്ച്. ഓണത്തിന് നമുക്ക് ഇല വിളമ്പണ്ടേ, അതിനാ ഇത് കേട്ടോ. വേണമെങ്കിൽ തേങ്ങാപ്പാലിനകത്തും വെക്കാം കേട്ടോ. തേങ്ങാപ്പാലിനകത്തും വെക്കാം. തേങ്ങ തിരിഞ്ഞിട്ട് വാരി ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് 2 തുള്ളി ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ. അങ്ങനെ അമ്മ ചെയ്തില്ല, അങ്ങനെയും ചെയ്യാം. ഇതമ്മ അല്ലാതെ വെച്ചത്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്തരയ്ക്കുന്നതിലും നല്ലതാണ് കേട്ടോ, എത്ര ദിവസം വേണേലും ഇരിക്കും. അപ്പോൾ അമ്മ വെച്ച് എങ്ങനെയാണെന്ന് കണ്ടല്ലേ, അതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഓണത്തിന്. മേഡം വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിലേ ബൈ.